ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മിനി വ്ളോഗാണ് കേട്ടോ. വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഇരുന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ജനറൽ ഹോസ്പിറ്റലിലോട്ടാണ്. അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചായൻ്റെ കൈക്ക് കുറച്ച് നാളായിട്ടൊരു വേദന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഹോസ്പിറ്റലിൽ പോകാൻ മടിയായതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമായിരുന്നേ. ഇനി ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, കാണിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ വലിച്ചുകൊണ്ട് പോണേണ്ട ആളാണ്. ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ നമ്പർ ഒരു 163 കേട്ടോ. ആ സമയത്ത് 85ാമത്തെ നമ്പറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കരിക്ക് കണ്ടു കേട്ടോ. പിന്നെ ബാബിക്കുട്ടനും ഈ ചായനും കരിക്ക് കണ്ടാൽ പിന്നെ കരിക്ക് മതി. അപ്പം എനിക്ക് ചായ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്ന് കേട്ടോ കുറേ നേരം. പക്ഷെ എനിക്ക് മനസ്സിലായി ചായ എനിക്ക് കിട്ടൂല. അതുകൊണ്ട് ഞാനും ഒരു കരിക്ക് വാങ്ങി കുടിച്ചിട്ടാ, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ കരിക്ക് കുടിച്ച് അവിടെ നിന്ന് അതിൻ്റെ അകത്തുള്ള ആ കാമ്പില്ലേ, അത് ബബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കന്ന് അത്രയും ഇഷ്ടമില്ല, കഴിക്കും എന്നാൽ അത്രയും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ബബിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ അതൊക്കെ അവൻ കഴിച്ച് ഞങ്ങളവിടെ നേരെ ഹോസ്പിറ്റലിനകത്തോട്ട് തന്നെ പോകുന്ന കേട്ടോ. പിന്നെ ബബിക്ക് ഒന്ന് എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഊഞ്ഞാലാടാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായി. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ഈ പിള്ളേരെ കാണിക്കണം അവിടെ. അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിട്ട്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരെ കളിക്കുന്നുണ്ടായി. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബബിക്കും ഊഞ്ഞാലാടാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായേ. അപ്പോൾ ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടേക്കണ ആ കുഞ്ഞുണ്ടല്ലോ, അവൻ ശരിക്കും മലയാളിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മലയാളിയല്ല, ഹിന്ദിയാണ് സംസാരിക്കണത്. അപ്പോൾ ഫസ്റ്റ് അവൻ ആടിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഞാനും കൊച്ചും കൂടിയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇവന് മനസ്സിലായി ഇവന് ഊഞ്ഞാലാടാൻ വന്നേക്കണേണെന്ന് കേട്ടോ. അപ്പോൾ ഇവൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തി കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് മലയാളി കുട്ടിയായിരിക്കും എന്നാണ്. പക്ഷേ അത് ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു വാവ വന്നിട്ട് അവൻ്റെ കൂടെ ബബിയുടെ കൂടെ ഊഞ്ഞാലൊക്കെ ആടിയേട്ടാ. അപ്പോൾ എന്തായാലും പിള്ളേരുടെ ഉള്ളിലെ ഒരു എന്താ പറയുക, സ്നേഹം, ഭാഷയൊന്നും അല്ല, സ്നേഹം അല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഊഞ്ഞാലക്കാടി കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ നമ്പർ ആയിട്ടില്ല. നമ്മുടെ നമ്പറിൻ്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇച്ചാനോട് പറഞ്ഞു, ഇച്ചാൻ നമ്മൾ എന്തായാലും സ്റ്റാർ വാങ്ങണം, അതുകൊണ്ട് നമുക്ക് വേഗം പോയി സ്റ്റാറൊക്കെ വാങ്ങിയിട്ട് വരാം, അപ്പോഴേക്കും ഈ നമ്പർ ആയിക്കോളും. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്ത് ഇച്ചാനായിട്ട് ബ്രോഡ്വേയിലോട്ട് വന്നു. അവിടെ ഒരു സ്റ്റാറൊക്കെ ഇട്ടേക്കേണ്ട ഒരു കടയിൽ കയറി. എൻ്റെ പൊന്നു മക്കളെ ഒന്നും പറയണ്ട. ആ സ്റ്റാർ കടയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ ഈ ഒരു കാറിൻ്റെ ഹോൾസെയിൽ കടയായിരുന്നു കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. കാരണം കാറുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടികൾ, ടോയ്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൺപിള്ളേരുടെ കാര്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ബബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെല്ലാ സാധനവും വേണം. അതായത് അവൻ ആഗ്രഹിക്കുന്ന സാധനമൊക്കെ അപ്പം വേണം പുള്ളിക്ക്. അത് നമ്മൾ മേടിച്ച് കൊടുത്തും ആക്കി കളഞ്ഞു കേട്ടോ. അങ്ങനത്തെ ഒരു ചീത്ത ശീലമാണ്. പക്ഷെ ഇച്ചായനെ സംബന്ധിച്ച് അവൻ എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കണ ഒരു ആളാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുത്ത് കൊച്ചിനത് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമം, പിന്നെ അവൻ്റെ വിഷമം കാണുമ്പോഴത്തേക്കും നമ്മൾ വാങ്ങിക്കൊടുത്തു പോകും. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം കാറുകൾ നോക്കി. എന്തോരം കാറുകൾ നോക്കിയെന്നറിയാമോ? നോക്കണ എല്ലാത്തിനും 250, 200 ആ റേഞ്ചുള്ള കാറുകളാണ് ഇവൻ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ് അവസാനം ഈ ഒരു വിൻറ്റേജ് കാറുണ്ടല്ലോ, ഗോൾഫ് എന്നൊക്കെ പറയണം, ആ ഒരു വണ്ടി എടുത്ത് കേട്ടോ. 150 രൂപ അയാൾ. അങ്ങനെ ആ ഒരു വണ്ടി വാങ്ങി നമ്മൾ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോരാൻ പറ്റില്ല, കാറ് വാങ്ങിയില്ലെങ്കിൽ അവിടെ നിന്ന് പോരാനേ പറ്റില്ല. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. വീട്ടിൽ കൊണ്ടുവന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ആ കാറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായി കേട്ടോ. പിന്നെ അത് ഈ ഒരു സ്റ്റാർ കടയിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റാർ അവിടെ നിന്ന് വാങ്ങിയിട്ട്, അത് ഈ ഒരു ബ്ലൂ കളറുള്ള സ്റ്റാറാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ നമ്പറൊക്കെ ആയി. ഡോക്ടറിനെയൊക്കെ കാണിച്ചു. 3 ദിവസത്തേക്കുള്ള മരുന്ന് തന്നു കേട്ടോ. 3 ദിവസം കഴിച്ച് നോക്കിയിട്ട് കുറവില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ ഞാനാണ് പോയി മരുന്ന് വാങ്ങാനുള്ള ക്യൂവിൽ നിന്ന് കേട്ടോ. കുറേ സമയം നിന്നതിന് ശേഷമാണ് മരുന്നൊക്കെ കിട്ടിയത്. പിന്നെ അവിടെ നേരെ തിരിച്ചു പോന്ന് നമ്മൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് പെരുമ്പടപ്പ് എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു മുന്തിരിക്കാരനുണ്ടായി. അയാളുടെ അടുത്ത് നിന്ന് മുന്തിരിയൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് മീനൊക്കെ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബബി കുറേ ദിവസം ഈ വീഡിയോസിലൊക്കെ കാണുന്നത് ബൺ മസ്ക ഉണ്ടാക്കണമെന്നും പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൺ മസ്ക ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ വേണ്ടി മറന്നുപോലെ. ഇനി ആ മീനൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ കറിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.